ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ ഒന്നാമത്തെ ആയത്ത്. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. ഈ ആയത്തിൽ ലാ എന്ന് നീട്ടാനുണ്ട്. 6 ഹർക്കത്തിൻ്റെ അളവിൽ അത്യാവശ്യം നല്ല ദൈർഘ്യത്തിൽ തന്നെ മദ്ദുൽ ലാസിം എന്ന് പറയുമ്പോൾ അലിഫ് ലാം ഇത്രയും നീട്ടാവുന്നതാണ്. പിന്നെ മീമിന് ഒരു ഷദ്ദുണ്ട്, കട്ടി കുറച്ച് കൂട്ടിയിട്ട് അലിഫ് ലാം അങ്ങനെ മീമിന് കുറച്ച് കട്ടി കൂട്ടാം. മീം അവിടെയും നമുക്ക് 6 ഹർക്കത്തിൻ്റെ അളവിൽ വരെ നീട്ടാവുന്നതാണ്. അലിഫ് ലാം മീം. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഖുർആനിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ആദ്യമായി കേൾക്കുന്നത് ഏതാനും അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം. സംസാര ഭാഷയിൽ ആവശ്യമില്ലാത്തതാണ് അക്ഷരങ്ങൾ. വിനിമയ ഭാഷ ആരംഭിക്കുന്നത് വാക്കുകളിൽ നിന്നാണ്. അക്ഷരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നത് എഴുത്തും വായനയുമാണ്. നിരക്ഷര സമൂഹമായി അറിയപ്പെട്ടിരുന്ന മക്കക്കാർക്കിടയിൽ നിന്ന് നിയോഗിക്കപ്പെട്ട നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെ ലോകം കേൾക്കുന്ന വചനങ്ങളിൽ എങ്ങനെ ഒറ്റപ്പെട്ട അക്ഷരങ്ങളുണ്ടായി? പ്രവാചകൻ അക്ഷരങ്ങൾ അഭ്യസിച്ചിട്ടില്ല. എഴുത്തോ വായനയോ അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഒറ്റപ്പെട്ട അക്ഷരങ്ങൾ? എവിടെ നിന്നാണ് ഈ അക്ഷരങ്ങളുടെ ഉൽപ്പത്തി? അർത്ഥമില്ലാത്തതെന്ന് വിചാരിക്കുന്ന ഈ അക്ഷരങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? ഖുർആനിലെ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള കേവലാക്ഷരങ്ങളുണ്ട്. ഇവയെ വിഘ്നാക്ഷരങ്ങൾ അഥവാ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് വിളിക്കുക. തുടർന്നുള്ള വാക്യങ്ങളുമായി ബാഹ്യമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളെന്ന് മാത്രമേ ഈ നാമധേയം അർത്ഥമാക്കുന്നുള്ളൂ. 1 മുതൽ 5 വരെ വിഘ്നാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നവയാണ് 29 സൂറത്തുകൾ. സ്വാദ്, ഖാഫ്, നൂൻ എന്നിങ്ങനെ ഒരൊറ്റ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ സൂറത്തുകളാണുള്ളത്. പ്രസ്തുത സൂറത്തുകൾ വിളിക്കപ്പെടുന്നതും ഈ അക്ഷരങ്ങളുടെ പേരിലാണ്. ത്വാഹ, ത്വാസീൻ, യാസീൻ എന്നീ 2 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ സൂറത്തുകളാണുള്ളതെങ്കിൽ ഹാമീം എന്ന 2 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന 7 സൂറത്തുകളുണ്ട്. ത്രയാക്ഷരങ്ങളായ അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന 6 സൂറത്തുകളും അലിഫ് ലാം റാ എന്ന് തുടങ്ങുന്ന 6 സൂറത്തുകളും ത്വാ സീൻ മീം എന്ന് തുടങ്ങുന്ന 2 സൂറത്തുകളുമാണുള്ളത്. അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം സ്വാദ് എന്നീ 4 അക്ഷരങ്ങളിൽ തുടങ്ങുന്നതും കാഫ് ഹാ യാ ഐൻ സ്വാദ് ഹ മീൻ ഐൻ സീൻ ഖാഫ് എന്നിങ്ങനെ 5 അക്ഷരങ്ങളിൽ തുടങ്ങുന്നതും ഓരോ സൂറത്തുകൾ മാത്രമാണ്. അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളിൽ പകുതി എണ്ണം ഇങ്ങനെ 29 സൂറത്തുകളുടെ തുടക്കത്തിലെ കേവലാക്ഷരങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിലെ 4-1 സൂറത്തുകൾ അലിഫ് ലാം മീം സ്വാദ് റാ ഖാഫ് ഹ യ ഐൻ ത്വാ സീൻ ഹ ഖാഫ് സ എന്നീ 14 അക്ഷരങ്ങളുടെ വ്യത്യസ്തമായ സമ്മിശ്രണങ്ങളാലാണ് ആരംഭിക്കുന്നത് എന്നർത്ഥം. എന്താണ് ഈ വിഘ്നാക്ഷരങ്ങളുടെ വിവക്ഷ? അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു വെച്ച ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത രഹസ്യമാണ് വിഘ്നാക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുതലായ സഹാബിമാരുടെയും ഷാബി, സുഫിയാനു തൗരി റഹ്മഹുല്ലാ പോലെയുള്ള താബിയുകളായ ഹദീസ് പണ്ഡിതന്മാരുടെയും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലരുടെയും അഭിപ്രായം. അവയിലടങ്ങിയ അന്തസാരങ്ങളും സൂചനകളും
പിൽക്കാലത്തുള്ളവർ ചിന്തിച്ചും പരിശോധിച്ചും മനസ്സിലാക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഖുർആനിലേതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഖുർആനിൻ്റെ വെല്ലുവിളിക്ക് ഉപോത്ബലകമായി അറബി ഭാഷയിലെ അക്ഷരങ്ങളാൽ രചിക്കപ്പെട്ടതാണ് ഖുർആനെങ്കിലും അതിന് നിങ്ങൾക്ക് സാധ്യമല്ല. അല്ല എന്ന വെല്ലുവിളിയുടെ പ്രതിധ്വനിയാണ് ഈ അക്ഷരങ്ങൾ എന്നാണ് അതിലെ പ്രസക്തമായ അഭിപ്രായം. ഇമാമുമാരായ സമഖ്ശരി, ബൈദാവി, മുബറദ്, റാസി, ഇബ്നു തൈമിയ, അബുൽ ഹജ്ജാജിൽ മുസ്സി, ഇബ്നു കഥീർ റഹ്മഹുല്ല എന്നിവരുടെ അഭിപ്രായങ്ങളുടെ സാരാംശമാണിത്. ഈ അക്ഷരക്കൂട്ടങ്ങൾക്ക് ശേഷം വരുന്ന വചനങ്ങളിൽ ഖുർആനിൻ്റെ അമാനുഷികതയാണ് പ്രതിഫലിക്കുന്നതെന്ന സത്യമാണ് ഈ അഭിപ്രായത്തിന് പിൻബലം നൽകുന്ന കാര്യം. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ശേഷം അതാണ് ആ ഗ്രന്ഥം, സംശയമൊന്നുമില്ല, സൂക്ഷ്മാലുക്കൾക്ക് മാർഗദർശനമാണത് എന്നാണല്ലോ പ്രതിപാദിക്കുന്നത്. വിഘ്നാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിലെല്ലാം അവയ്ക്ക് തുടർച്ചയായി വരുന്ന വചനങ്ങളിൽ ഇതേപോലെ ഖുർആനിനെ കുറിച്ച പരാമർശങ്ങളാണുള്ളത്. ഒരു പ്രയോജനവുമില്ലാതെ ആരാധനാപരമായ പാരായണത്തിന് വേണ്ടി മാത്രമായി അള്ളാഹു അവതരിപ്പിച്ചതല്ല ഈ അക്ഷരങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചകനിൽ നിന്ന് അതിൻ്റെ അർത്ഥം നിവേദനം ചെയ്യപ്പെടാത്തിടത്തോളം എല്ലാം നാഥനിൽ നിന്നുള്ളതാണ്, അവയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുകയും അവയ്ക്ക് നമുക്കറിയാത്ത എന്തോ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുകയുമാണ് നാം ചെയ്യുക എന്ന ഇബ്നു കഥീർ റഹ്മഹുല്ല ഉദ്ധരിച്ച മഹത് വചനം ശ്രദ്ധേയമാണ്. ആർക്കും അർത്ഥമറിയാത്ത അക്ഷരങ്ങളാൽ തുടങ്ങുന്നത് വഴി അള്ളാഹു ഉദ്ദേശിച്ചതെന്തെന്ന് അവൻ്റെ ദൂത് അവസാനമായി ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാത്തതിനാൽ അത് മനുഷ്യരെ അറിയിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തീർച്ചയായും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അവയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നത് എന്തെന്ന് ചിന്തിക്കാൻ പാടില്ലെന്ന് വിലക്കപ്പെടാത്തിടത്തോളം അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഗവേഷകർക്ക് അവകാശമുണ്ട്. തങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കാത്തിടത്തോളം അത്തരം ഗവേഷണങ്ങളെല്ലാം ഖുർആനിക പ്രയോഗങ്ങളുടെ സൗന്ദര്യം വെളിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. അർത്ഥം വ്യക്തമല്ലാത്ത വിഘ്നാക്ഷരങ്ങളുടെ ആന്തരാർത്ഥത്തെക്കുറിച്ചൊന്നും അഗാധമായി ചിന്തിക്കാതെ തന്നെ ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ചില സന്ദേശങ്ങൾ അവ നൽകുന്നുണ്ട്. മുഹമ്മദ് നബിയുടേതല്ല ഖുർആൻ എന്ന സന്ദേശമാണ് അതിലൊന്നാമത്തേത്. അക്ഷരങ്ങൾ ആവശ്യമായി വരിക എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. പൂർണ്ണമായും നിരക്ഷരനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അക്ഷരങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. കേട്ടു മനസ്സിലാക്കുകയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയെന്ന ഭാഷയുടെ അടിസ്ഥാനപരമായ 2 പാടവങ്ങൾ മാത്രമേ ആശയ സംവേദനത്തിന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു ജീവിച്ചു വളർന്ന സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ഈ പാടവങ്ങൾ മാത്രമേ ഭാഷയിൽ ഉണ്ടായിരുന്നുള്ളൂ. അക്ഷരമറിയാത്തവർ എന്ന അർത്ഥത്തിൽ ഉമ്മിയ് എന്ന് വിളിക്കപ്പെടുന്നതിൽ യാതൊരു അരോചകത്വവും അനുഭവപ്പെടാതിരുന്ന സമൂഹം. നബിയും നിരക്ഷരൻ തന്നെ. ഉമ്മിയുകൾക്കിടയിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഉമ്മിയായ പ്രവാചകൻ. ആ പ്രവാചകന്റെ നാവിലൂടെ ലോകം കേൾക്കുന്ന ഗ്രന്ഥം അവകാശപ്പെടുന്നത് ഇത് കിതാബാണെന്നാണ്. കിതാബ് എന്നാൽ ആലേഖനം ചെയ്യപ്പെട്ടത് എന്നർത്ഥം. ഉമ്മിയിന് എന്ത് ആലേഖനം? അക്ഷരമറിയാത്തവന് മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ ഗദ്യരൂപത്തിലോ പദ്യരൂപത്തിലോ വിളിച്ചു പറയാം. അതിനയാൾക്ക് പദങ്ങൾ മതി, അക്ഷരങ്ങൾ ആവശ്യമില്ല. എന്നാൽ ഗ്രന്ഥമുണ്ടാവുന്നത് ആലേഖനം ചെയ്യപ്പെടുമ്പോഴാണ്. കിതാബിന് അക്ഷരങ്ങൾ നിർബന്ധമാണ്. അക്ഷരങ്ങളാൽ ആരംഭിക്കുന്ന അധ്യായങ്ങൾ ഇത് കിതാബിലുള്ളതാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. നിരക്ഷരനായ ഒരാളുടെ നാവിൽ നിന്നുണ്ടായതല്ലെന്നാണ് ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം. നിരക്ഷരനായ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ മാത്രമാണ് മറ്റുള്ളവർ ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും യഥാർത്ഥ നാഥൻ അവൻ്റെ കിതാബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലേക്ക് നിവേശിപ്പിച്ചതാണിത്. ഇതാണ് ആർക്കും മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ സന്ദേശം. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും വ്യാഖ്യാനിച്ച് വികലമാക്കാൻ സാധ്യതയുള്ളതുമായ 2 തരം വചനങ്ങൾ അഥവാ മുഹ്കം, മുതശാബിഹ്, ഇത്തരത്തിലുള്ള 2 തരം വചനങ്ങൾ ഖുർആനിലുണ്ടെന്ന്
അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന് മാത്രം യഥാർത്ഥ വ്യാഖ്യാനമറിയാവുന്ന മുത്തശാബിഹുകളുടെ പിന്നിൽ കൂടുന്നത് മനസ്സുകളിൽ വക്രതയുള്ളവരും കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരും ദുർവ്യാഖ്യാന വിദഗ്ധരുമാണെന്ന് ഖുർആൻ തുടർന്ന് പ്രസ്താവിക്കുന്നു. അത്തരം ദുർവ്യാഖ്യാന വിദഗ്ധരെല്ലാം തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്രമാദിത്വം കൽപ്പിക്കുന്നവരായിരിക്കും. തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെന്നതായിരിക്കും അവരുടെ പ്രമാണം. സ്വന്തം ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന അഹങ്കാരമാണ് അവരുടെ കൈമുതൽ. അത്തരക്കാരുടെ അഹങ്കാരത്തെ മുളയിലെ നുള്ളിക്കളയുകയാണ് 29 അധ്യായങ്ങളുടെയും ഈ പ്രവേശകാക്ഷരങ്ങൾ. ആർക്കും എത്ര ചിന്തിച്ചാലും അർത്ഥം പിടികിട്ടാത്ത അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയവനാണ് അള്ളാഹു. തങ്ങളുടെ ബുദ്ധിക്ക് ദഹിക്കാവുന്നതേ സ്വീകരിക്കൂവെന്നോ ദഹിക്കാത്തതെല്ലാം തങ്ങളുടെ വ്യാഖ്യാന കൗശലം വഴി ദഹിപ്പിക്കുന്നതാക്കി മാറ്റിയ ശേഷമേ അംഗീകരിക്കുവോ എന്നേ ഉള്ള അഹങ്കാരവുമായി ഖുർആനിനെ ആരും സമീപിക്കേണ്ടതില്ല. വ്യാഖ്യാന കൗശലങ്ങൾക്ക് വഴങ്ങാത്തവയെ വളച്ചൊടിക്കുന്നവർക്കുള്ളതല്ല ഖുർആൻ. പടച്ചവൻ പറഞ്ഞതിനെ അതേപോലെ അംഗീകരിക്കുന്നവർക്കുള്ള മാർഗദർശകമാണത്. ഖുർആനിനെ തലച്ചോറിനല്ല, മറിച്ച് തലച്ചോറിനെ ഖുർആനിനാണ് സമർപ്പിക്കേണ്ടത് എന്ന വലിയ പാഠം ഉൾക്കൊള്ളുന്നവർക്കുള്ള മാർഗദർശകമാണ് ഖുർആൻ. വിജ്ഞാക്ഷരങ്ങൾ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം അതാണ്. ബുദ്ധിപൂജയുടെ അഹങ്കാരം മാറ്റിവെച്ച് തലച്ചോറിനെ ദൈവിക വചനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ സന്നദ്ധമായ ശേഷം മാത്രമാണ് ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിലെ വചനങ്ങളെ നമുക്ക് ആസ്വദിക്കാനാവുക.